ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവകൃപയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവിക കരുതലിൻ്റെ ഒരു ദിനം കൂടെ നാം അനുഭവിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രഭാത ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ആരാധന ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളെ മനസ്സിലാക്കുകയും ഞങ്ങളെ അറിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും ആയുള്ളവേ, ശാന്തവും മനോഹരമായ നിമിഷങ്ങൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്തുവല്ലോ, സ്തോത്രം. ഇന്നലെ ഈ ഭൂവിൽ പാർത്ത അനേകം പേർ ഇന്ന് ഈ ലോകത്തില്ല. എന്നാലോ ഒരു ദിനം കൂടെ കാണുവാനും പ്രാർത്ഥനയോടുകൂടെ ഈ ദിനം ആരംഭിക്കുന്നതിനും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുന്നതിനും ദൈവം തന്ന അവസരങ്ങൾക്കായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട്, വ്യത്യസ്തമായ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ആരാധന ജീവിതത്തിലേറെ നന്മയായി, അനുഗ്രഹമായി അനുഭവിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കട്ടെ. ആദിയോടന്തം അവിടുത്തെ സാന്നിധ്യം പകരണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 121 സങ്കീർത്തനം. സങ്കീർത്തനം 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യമെങ്കിൽ ഇപ്പോൾ എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. 121 സങ്കീർത്തനം, അതിൻ്റെ 1 വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. ആരോഹണ ഗീതങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ സങ്കീർത്തനം താഴ്വരയിലെ നിരാശയിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പർവ്വതത്തിലേക്ക് കണ്ണുയർത്തിയാൽ അവിടെ നിന്ന് നമുക്ക് സഹായം ലഭിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ചില പർവ്വതങ്ങൾ ചില വ്യക്തികൾക്ക് പുതിയ കാഴ്ചപ്പാടും ദർശനവും നൽകിയതായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ചില പർവ്വതങ്ങളെക്കുറിച്ചാണ് ഈ പ്രഭാത ധ്യാനത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഒന്നാമതായി ഹോരേബ് പർവ്വതം. മിസ്രൈമിലെ കൊട്ടാരം വിട്ട് ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മോശ ആദ്യം തോൽവിയടഞ്ഞ് നിരാശപ്പെട്ട് മോശ നിൽക്കുകയാണ്. മരുഭൂമിയിൽ തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേച്ച് 40 വർഷം നടന്നു. ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആടുകളെയും മേച്ച് ഹോരേബ് എന്ന പർവ്വതത്തിൽ
എത്തുമ്പോൾ ആ പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാവുകയാണ്. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി മുമ്പോട്ട് പോകേണ്ട വഴി മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. ദൈവം മുഖാമുഖമായി മോശയോട് സംസാരിച്ചു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിന്ന സമയത്ത് ദൈവം പ്രത്യക്ഷനായ ഇടമാണ് ഹോരേബ് പർവ്വതം. മുമ്പോട്ട് പോകേണ്ട വഴി പറഞ്ഞുകൊടുത്ത ഇടമാണ് ഹോരേബ് പർവ്വതം. ദൈവം മുഖാമുഖമായി സംസാരിച്ച ഇടമാണ് ഹോരേബ് പർവ്വതം. ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ഹോരേബ് പർവ്വതത്തിൽ വെളിപ്പെട്ട ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ കണ്ണുയർത്തുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും, മുമ്പോട്ട് പോകാനുള്ള വഴി നമുക്ക് പറഞ്ഞു തരും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. രണ്ടാമത്, മോറിയാദേശത്തെ മല. സ്വന്തം മകനെ യാഗം കഴിക്കുന്നതിന് യാഗപീഠത്തിൽ വെച്ച് കത്തിയെടുത്ത് അബ്രഹാം മോറിയാദേശത്തുള്ള ആ മലയിൽ നിൽക്കുകയാണ്. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, തൻ്റെ ഏക പ്രതീക്ഷയാണ് ആ മകൻ. എന്നാൽ ഇസഹാക്കിന് പകരം യാഗമായി തീരേണ്ടതിന് ദൈവം കരുതിയിരുന്ന ആട്ടിൻകുട്ടിയെ ആ മലയിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നവൻ, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നവൻ എന്ന് മോറിയാദേശത്തെ പർവ്വതം സാക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ ദിവസം തോറുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വഴി കാണാതെ ഭാരപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. ചിന്താകുലരാകാറുണ്ട്. എന്നാൽ ഇസഹാക്കിന് പകരം ആട്ടിൻകുട്ടിയെ കരുതിയ ദൈവം തൻ്റെ മക്കളെ കരുതുന്ന ദൈവത്തിങ്കലേക്ക് കണ്ണ് ഉയർത്തണം. നമ്മെ കരുതുന്ന ദൈവത്തിങ്കലേക്ക് കണ്ണ് ഉയർത്തണം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഒലിവ് മലയെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകലം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പുറപ്പെട്ടു. യഹൂദ നേതാക്കന്മാർ ശത്രുക്കളായി. പീഡയും നിന്ദയും പരിഹാസവും ഉപദ്രവവും അനുഭവിക്കേണ്ടി വന്നു. പഠിപ്പില്ലാത്തവരായിരുന്നു, സാധാരണക്കാരായിരുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകണം. അതിനുള്ള ശക്തി അവർക്കില്ല, അനുകൂല സാഹചര്യമില്ല. എന്നാൽ ഒലിവ് മലയിൽ വെച്ച് കർത്താവ് ഒരു വാഗ്ദത്തം നൽകുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്തു, പോകുന്നത് പോലെ മടങ്ങി വരും എന്നുള്ള വാഗ്ദാനവും കർത്താവ് അവിടെ വച്ച് നൽകുകയാണ്. ശിഷ്യന്മാർ ഈ ലോകത്തിലേക്ക് ഇറങ്ങി പ്രത്യാശയുടെ സന്ദേശം അവർ അറിയിച്ചു. പ്രതികൂലം നിറഞ്ഞ ലോകത്ത് യേശുവിനെ മാത്രം നോക്കി ഇറങ്ങി പുറപ്പെട്ടതാണ്. നിന്ദകളുണ്ടായി, പരിഹാസങ്ങളുണ്ടായി, ഉപദ്രവങ്ങളുണ്ടായി. അനുകൂല സാഹചര്യമില്ല, ശക്തിയില്ലായിരുന്നു.
കർത്താവ് പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഒലിവ് മലയിൽ വെളിപ്പെട്ട ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തണം. കാൽവരി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത ദൈവത്തിൻ്റെ അപാരമായ സ്നേഹം വെളിപ്പെട്ട കാൽവരിയിലേക്ക് കണ്ണുകൾ ഉയർത്തണം. ഹോരേബ് പർവ്വതം, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ട ഇടം, ദൈവം സംസാരിച്ച ഇടം, പുതിയ വഴി ഒരുക്കി ശക്തീകരിച്ച ഇടം, അതാണ് ഹോരേബ് പർവ്വതം. മോറിയാമല, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം കരുതിക്കൊള്ളും, ആ ഒരു സന്ദേശം നൽകുന്ന ഇടമാണ് മോറിയാമല. യേശുവിനെ മാത്രം നോക്കി നാം ഇറങ്ങി പുറപ്പെട്ടതാണ്. പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവ് പറയുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ അപാരമായ സ്നേഹം വെളിപ്പെട്ട കാൽവരിയിലേക്ക് കണ്ണുകൾ ഉയർത്താം. ഇന്നിൻ്റെ ഈ പശ്ചാത്തലത്തിൽ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആ ദൈവത്തിലേക്ക് ഒന്ന് കണ്ണുയർത്താമോ? സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും ആയുള്ളവേ, സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്ന് ഞങ്ങളും സാക്ഷിക്കുന്നു, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെങ്കിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. അങ്ങേ മാത്രം നോക്കി ഇറങ്ങി പുറപ്പെട്ടതാണ്. ചിലപ്പോഴെങ്കിലും പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്നുണ്ട്. പ്രതീക്ഷകൾ അസ്ഥാനത്തായി പോകുന്നുണ്ട്. ആശങ്കകളുണ്ട്, ചോദ്യങ്ങളുണ്ട്. സഹായം നൽകുന്ന അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ, വേദനകൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ, ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങളിൽ കൂടെ ഇരിക്കണമേ. കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹത്തോടെ നടത്തണം. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന, വ്യത്യസ്തമായ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പരിപാലിക്കണമേ. ഈ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കർത്താവ് കൂടെ ഇരിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ജീവിതയാത്രയിൽ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും വിശ്വാസ ജീവിതയാത്രയോടും ഇന്നും എപ്പോഴും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.